ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ഒമാനിൽ പ്രവാസികളുടെ കുടുംബ വിസ, കുട്ടികളുടെ ID കാർഡ് എന്നിവ പുതുക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ. ഇതിനായി ഇനി കൂടുതൽ സർട്ടിഫിക്കറ്റുകളും രേഖകളും സമർപ്പിക്കണം. കഴിഞ്ഞ ദിവസം മുതലാണ് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നത്. പുതിയ തീരുമാനത്തെക്കുറിച്ച് ഒമാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നിരുന്നില്ല. എന്നാൽ മാറ്റങ്ങൾ വന്നതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. കുട്ടികളുടെ ID കാർഡ് പുതുക്കാനായി ഇനി മുതൽ ഒറിജിനൽ പാസ്പോർട്ട്, വിസയുടെ കോപ്പി, വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. ID കാർഡ് പുതുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഹാജരാകണമെന്നതുമാണ് പുതിയ നിയമം. പങ്കാളിയുടെ വിസ പുതുക്കാനായി വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ വിവാഹ സർട്ടിഫിക്കറ്റ്, ഇരുവരുടെയും ഒറിജിനൽ പാസ്പോർട്ടുകൾ എന്നിവയും സമർപ്പിക്കണം. നടപടികൾക്കായി ഭർത്താവും ഭാര്യയും നേരിട്ട് ഹാജരാകണം. ജീവനക്കാരുടെ ID കാർഡ് പുതുക്കുന്നതിനായി ഒറിജിനൽ പാസ്പോർട്ട്, പഴയ ID കാർഡ്, വിസ പേപ്പർ എന്നിവയാണ് നൽകേണ്ടത്. പുതിയ മാറ്റങ്ങൾ ഈ മാസം മുതൽ നിലവിൽ വന്നതായി അധികൃതർ അറിയിച്ചു. സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്താനായി SGVIS വഴി അപേക്ഷിക്കാമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസികളുടെ വാടക വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള വിശദ മാർഗനിർദ്ദേശങ്ങൾ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കി. രേഖകളുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനും ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയന്ത്രിക്കുന്നതിനും സ്വദേശികൾക്കും പ്രവാസികൾക്കും ഭരണപരമായ പ്രക്രിയകൾ ലളിതമാക്കുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ നിയമങ്ങൾ. താമസവിലാസം, സ്വത്തുടമസ്ഥത, പണയത്തിലുള്ള വീടുകൾ തുടങ്ങിയ പുതുക്കലിനാണ് ചട്ടങ്ങൾ ബാധകമാവുക. പുതിയ നിയമങ്ങൾ പ്രകാരം താമസസ്ഥലം മാറുന്നവർ പുതിയ ലീസ് കരാർ, പാസ്പോർട്ട് പകർപ്പ് തുടങ്ങിയ ആവശ്യമായ രേഖകൾ പാസിയിൽ സമർപ്പിക്കണം. വാടക ലീസും വൈദ്യുതി മീറ്ററും ഒരേ പേരിലാണെങ്കിൽ സമീപകാല വൈദ്യുതി ബില്ലും തിരിച്ചറിയൽ രേഖയും ആവശ്യമാണ്. പണയത്തിലുള്ള വീടുകളിലെ വിവരങ്ങൾ പുതുക്കാൻ ബാങ്കിന്റെ അനുമതി പത്രവും സ്വത്തവകാശ രേഖയും ആവശ്യമായിരിക്കും. സമർപ്പിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഒപ്പിട്ട പ്രസ്താവനയും നൽകണം. വ്യാജ വിവരങ്ങൾ നൽകിയാൽ നിയമപ്രശ്നങ്ങൾക്കും സേവന തടസ്സങ്ങൾക്കും കാരണമാകാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപേക്ഷകർ എല്ലാ രേഖകളുടെയും ഒറിജിനലുകൾ സഹിതം PSCI ഓഫീസുകളിൽ ഹാജരാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രാ ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കിയതിനു പിന്നാലെ മസ്കറ്റ് കേരള സെക്ടറിൽ സമയമാറ്റവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഒക്ടോബർ 26 മുതലാണ് പുതിയ സമയക്രമം. പുതിയ സമയക്രമം അനുസരിച്ച് വിമാനം മസ്കത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 1:05 പുറപ്പെട്ട് കോഴിക്കോട് 6:05 എത്തിച്ചേരും. നേരത്തെ ഇത് പുലർച്ചെ 2:50 പുറപ്പെട്ട് രാവിലെ 7:55 കോഴിക്കോട് എത്തുമായിരുന്നു. കണ്ണൂരിലേക്ക് ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്ന് രാത്രി 8 മണിക്ക് പുറപ്പെടുന്ന വിമാനം അവിടെ പുലർച്ചെ 1:10 എത്തുക. കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുന്ന വിമാനം മസ്കറ്റിൽ ഒമാൻ സമയം രാത്രി 7:10 ലാൻഡ് ചെയ്യും. നേരത്തെ കണ്ണൂരിലേക്ക് മസ്കറ്റിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് ഉണ്ടായിരുന്നു. ഓഫ് സീസണിൽ ആളുകൾ കുറഞ്ഞതോടെ സർവീസുകൾ വെട്ടിച്ചുരുക്കി ആഴ്ചയിൽ 4 ആക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ വെട്ടിച്ചുരുക്കൽ കോഴിക്കോട് റൂട്ടിലാണ്. അതേസമയം പുലർച്ചെ 1:05 മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാവിലെ 6:10 കൊച്ചിയിലെത്തുക. തിരുവനന്തപുരത്തേക്ക് രാത്രി 9:40 പുറപ്പെടുന്ന വിമാനം അവിടെ 3:15 എത്തിച്ചേരും. അതിനിടെ ഗൾഫിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.